ഇറാന്റെ മിസൈൽ ദൈർഘ്യം യൂറോപ്പിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത്. അഥവാ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന നൽകിയിട്ടാണ് പൊടുന്നനെ ഇറാന്റെ ഈ നിലപാട് മാറ്റം എന്നാണ് സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ ആയുധങ്ങളും യുദ്ധ വിമാനങ്ങളും അടക്കം വിന്യസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിന്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും ഇതിന് തുടർച്ചയായി തന്നെ വരുന്നു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ചിട്ട് മറ്റൊരു യുദ്ധ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന് സൂചന നൽകുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഇപ്പോൾ 2000 ഇറാന്റെ പറഞ്ഞ കണക്ക് പ്രകാരം യാഥാർത്ഥ്യമാണെങ്കിൽ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അവരുടെ കൈവശത്തിലുള്ളത്, അഥവാ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെയൊക്കെ ആക്രമിക്കാൻ പാകത്തിലുള്ളത്. അത് 3000 കിലോമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൽ പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിന്, തുർക്കി, സൈപ്രസ്, ഗ്രീസ്, ബൾഗേറിയ, ബൽക്കൻ രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങളെല്ലാം ഇതിൽ പെരുന്നാണ്. UK, ജർമ്മനി, ഈ വ്യത്യസ്ത പിന്നെ അതോടനുബന്ധിച്ചുള്ള കുറച്ച് രാജ്യങ്ങളുടെ പേര് കൊണ്ട് പറയുന്നുണ്ട് ഈ 3000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് രണ്ട് നിലപാടിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയം എത്തിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിലും കൂടുതലുള്ള ദൂരപരിധിയുള്ള മിസൈലുകൾ നിലവിൽ ഇറാന്റെ കൈവശത്തിലുണ്ട് എന്നാണ്. 5000 അതിൽ കൂടുതലോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു 3000 എന്നുള്ളത് വന്നത് ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു ഒരുക്കത്തിൻ്റെ മുന്നോടിയായിട്ട് എന്നും വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുകയാണ്, അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങൾ UK, അതായത് ബ്രിട്ടന്, ജർമ്മനി, ഇറ്റലി, മറ്റ് നാറ്റോയിലെ പ്രധാന രാജ്യങ്ങളിലേക്കെല്ലാം ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. അത് ചിലതൊക്കെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നെടുത്ത് അവിടേക്ക് സുരക്ഷിത ഇടം എന്ന നിലക്ക് അവിടേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യൂറോപ്യൻ രാജ്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നു, അതായത് മിസൈൽ നിർമ്മിക്കുന്നു. അമേരിക്കയാണെങ്കിൽ ഈ മേഖലയിൽ അവരുടെ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പതുക്കെ അവരുടെ യുദ്ധതന്ത്രങ്ങളും രീതികളും പറിച്ചെടുത്തുകൊണ്ട് യൂറോപ്പിലേക്ക് പ്രതിഷ്ഠിപ്പിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇറാൻ അടങ്ങുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു, മറ്റൊരു ഘട്ടം കൂടി കഴിഞ്ഞാൽ, അഥവാ ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റൊരു തലം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറാൻ അമേരിക്കയെ തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മിയാമി എന്ന് പറയുന്ന അമേരിക്കയുടെ തീരഭാഗം എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് 9500 കിലോമീറ്റർ ദൂരപരിധിയിലാണ്. ഇത് ഒരു പക്ഷേ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അഥവാ 10,000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നും പറയപ്പെടുന്നു. ഇനി ഇല്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് പറയുന്നത് കൊറിയ, കിങ് ജോൺ ഉന്നുമായിട്ട് ഇറാന് വലിയ ബന്ധമാണ്, അമേരിക്കയുടെ ബദ്ധശത്രുവാണ്. കൊറിയ അവർക്ക് ഈ വിമാനങ്ങൾ ഈ മിസൈലുകൾ നൽകും. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കയോടുള്ള എതിർപ്പ് പ്രകടമായി വന്നിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു നയനിലപാട് എന്ന് പറയുന്നു. അഥവാ ഇസ്രായേലിൻ്റെ ബെൻഗൂരിയൻ എയർപോർട്ടിലേക്ക് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലും അടക്കമുള്ള സംവിധാനങ്ങൾ മാറ്റിയതായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ ആക്രമണം നടത്തുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത് എന്നതിനാൽ അറേബ്യൻ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ആക്രമണം നടക്കുന്നത് ബഹ്റൈനും കുവൈത്തുമാണ് കാര്യമായിട്ട്. മറ്റ് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണമാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ. സൗദിയെ ആക്രമിച്ചിട്ടുണ്ട്, അത് ഒറ്റപ്പെട്ട രീതിയിലാണ്. UAEക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അത് ഒറ്റപ്പെട്ട രീതിയിലാണ്. അപ്പോൾ ഈ മേഖല ആക്രമിക്കാൻ പ്രധാനമായിരിക്കുന്ന കാരണം ഇവിടെ വെച്ചിട്ടാണ് അമേരിക്ക ഓപ്പറേഷൻ നടത്തുന്നത്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ നടത്തുന്നത് ഇവിടെ നിന്നാണ് എന്നതിനാലാണ്. എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല യൂറോപ്പിലേക്ക് ആയുധങ്ങൾ പറിച്ചു നടാൻ അമേരിക്ക പ്രേരിപ്പിച്ചത്. അതിൻ്റെ കാര്യം ഉക്രൈനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇടപെടൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊരു സൂചന കൂടി ലഭിക്കുന്നു.
യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു, 5-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച സ്ഥിതിക്ക് ഇതിനൊരു അവസാനം വേണം. അതല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം രണ്ട് രാജ്യങ്ങളും അനുഭവിക്കുന്നു. വലിയ തരത്തിൽ സൈനിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. രണ്ട് യുദ്ധവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും അതോടൊപ്പം തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കമ്പയർ ചെയ്യുന്ന സമയത്ത് സൈന്യവും മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിലാണ്. അവർ കൃത്യമായിരിക്കുന്ന സൈനിക മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം മാത്രമാണ് ജനനിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്കോ അവരുടെ ഇടങ്ങളിലുള്ള ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ടോ നടക്കുന്നത്. ശേഷിക്കുന്ന എല്ലാം 99% നടക്കുന്നത് മുഖാമുഖമുള്ള യുദ്ധമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇറാൻ ആരോപിക്കുന്നത് 50-ലധികം ആളുകൾ ഈ കഴിഞ്ഞ 10 ദിവസത്തിനിടയിലുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതെല്ലാം സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് സാധാരണക്കാരെ കൊലപ്പെടുത്തുക, എന്നിട്ട് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അവർക്ക് ഭയപ്പാടുണ്ടാക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയും കൂടി ആര് ചെയ്യുന്നുണ്ട്? അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ രണ്ട് തലത്തിലുള്ള യുദ്ധമാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഭരണ മേഖലയിൽ ഇപ്പോൾ സെലൻസ്കി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെലൻസ്കി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം താനും തൻ്റെ ജനങ്ങളും അനുഭവിക്കും എന്നുള്ളത് കൂടി അമേരിക്ക മനസ്സിലാക്കണം എന്നാണ് അവർ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം, രത്ന ചുരുക്കം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിനേക്കാളും വലിയ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് തയ്യാറെടുപ്പോ അതല്ലെങ്കിൽ ഉക്രൈനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് വിരാമം നടത്തുകയോ 2-1 വരാനുള്ള സാധ്യതകൾ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് എല്ലാ സമയത്തും അമേരിക്കക്ക് അത്ര തൃപ്തിയല്ല. കാര്യം എന്ന് പറയുന്നത് ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ അവരുടെ കടലിടുക്ക് അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സഹായിക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ട് അവരത് ചെവിക്കൊണ്ടിട്ടില്ല. അതിന് അനുഭാവ പ്രകടനം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ട വിഷയമല്ല. UN നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണ രീതികളുമല്ല. പിന്നെ എന്തിനാണ് ഇതിൽ തങ്ങൾ സഹായിക്കേണ്ടത് എന്നുള്ളതാണ്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ട്രംപ് പറയുകയും തങ്ങളെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്തിട്ട് പല ഘട്ടങ്ങളിലും പല രീതിയിലും ബജറ്റിൽ പോലും വാർഷിക ബജറ്റിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കാറുണ്ട്. എന്നാൽ തങ്ങൾക്കൊരു സഹായം വന്ന സമയത്ത് അവരത് ചെയ്തിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ രീതി മാറിയിട്ട് മറ്റൊരു തരത്തിലേക്ക് അവിടെ ആയുധ വിന്യാസം നടത്തുന്ന F-35 യുദ്ധ വിമാനമുണ്ട്. അത് 5ാം തലമുറയിൽപ്പെട്ട ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനമാണ്. ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ശക്തിയുള്ളതാണ്. F-16 യുദ്ധവിമാനം, F-15 യുദ്ധവിമാനം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ, കവചിത വാഹനങ്ങൾ, ടാങ്കറുകൾ, ഈ സംവിധാന കാര്യങ്ങളെല്ലാം ഈ മേഖലയിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പല മേഖലയിലും അമേരിക്കക്ക് സൈനിക ബേസ് ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിലും അമേരിക്ക ഇറാന് വേണമെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി 3000 കിലോമീറ്ററാണ് ദൂരപരിധി ഏകദേശം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഇറാനെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കുരുട്ട് തന്ത്രം കൂടി അമേരിക്ക ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് ഇറാനുമായിട്ട്. കാര്യം വെച്ചാൽ ഇറാൻ ഏകദേശം 60ഓളം രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങിയ 2023 കണക്ക് പ്രകാരം പറയുന്ന സമയത്ത് പല തരത്തിലും. അത് നേരിട്ടുള്ള ആക്രമണമായിരിക്കണമെന്നില്ല, അവരുടെ എംബസിയോ കോൺസുലേറ്റോ തരത്തിലൊക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ആ രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, അവരത് പറയുകയും ചെയ്തു. അപ്പോൾ ഇറാനുമായിട്ട് കൊമ്പ് കോർക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്ക വൻതോതിൽ ആയുധങ്ങൾ വിന്യസിക്കുകയും ചെയ്യുന്നത് ഏത് തരത്തിലാണ് ഇതിനെ കൃത്യമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും വ്യത്യസ്ത അഭിപ്രായമാണ്. വരും ദിവസങ്ങളിൽ ഏറെക്കുറെ ഇതിൻ്റെ രൂപകാര്യങ്ങൾ ദൃശ്യമാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.